ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സാൻഡിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സനമോളും തുമ്പുവും കൃത്യയും കൂടെ ഒന്ന് താഴേക്കൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോയതാണേ. ഇവിടെ വന്നപ്പോഴേക്കും അവർക്ക് ഏതാണ്ട് പാർക്കിൽ ചെന്ന ഒരനുഭവം കേട്ടോ. രണ്ടുപേരും അതിലെ ഓടിക്കളിക്കുക. ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി ഞങ്ങളങ്ങ് മാറി നിന്നു. കൃത്യതേ കാട്ടിലേക്കൊക്കെ കയറി പോകുന്നുണ്ട്. ഇവർ സ്ഥിരം വരുന്ന വഴിയാട്ടോ, എപ്പോഴും ഇതിലേ നടക്കുന്നതാ. ഞങ്ങൾ കൂടെ ഇറങ്ങി ചെല്ലുവാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ തുമ്പുക്കൂട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടേ. അവനാണെങ്കിൽ കാല് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു കൈയും വയ്യ ഒരു കാലും വയ്യ. അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. പറ്റുമായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ഇതിലെല്ലാം ഓടി മരത്തേലെല്ലാം കയറി ഇവിടെ ഭയങ്കര കളി നടത്തിയേനെ. പതുക്കെ പതുക്കെയാണ് ആൾ പോകുന്നത്. ഓടാനും ചാടാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഒരൊറ്റ ഓട്ടം ഓടിയ മുയൽ ഓടുന്ന പോലത്തെ ഒരു സൈസ് ഓട്ടമായിരുന്നു അവൻ്റെ. അങ്ങനെ രണ്ടുപേരും താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ്. മരത്തിൽ കയറാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ നടത്തി. കൃത്യത അവിടെ പോയി ഒരു ട്രയലൊക്കെ നടത്തി. ഒന്ന് മരത്തിൽ കയറി, അപ്പുറത്തെ മരത്തിൽ കയറി, അപ്പുറത്ത് പോയി കാട്ടിപ്പോയി ഒളിച്ചിരിക്കുവാണ്. തുമ്പ് വന്നേരത്തേക്ക് അവൻ്റെ സ്ട്രെസ്സ് മാറ്റാനായിട്ട് മരത്തേലൊക്കെ ഒരു 4 മാന്തൊക്കെ മാന്തിയിട്ട് അവന് കൃത്യം എവിടെ ഒളിച്ചതെന്ന് കണ്ടില്ല. അപ്പോൾ എവിടെ ഒളിച്ചതെന്ന് നോക്കി നിൽക്കുക. രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടി. കൃത്യ മരത്തേലോട്ട് കയറി. തുമ്പുവിന് കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കാലും കൈയൊന്നും വയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആശാനിപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് എന്നേനെ. കൃത്യമാണെങ്കിലും ഇതൊക്കെ വെറും ഒരു ട്രയൽ മാത്രമേ. ചിലപ്പോൾ അങ്ങ് മരത്തിലോട്ട് കയറിയുണ്ടല്ലോ മരത്തിൻ്റെ അങ്ങ് മുകളിൽ വരെ പോകും. അവിടുന്ന് ഓടി വഴക്കുണ്ടാക്കി രണ്ടുപേരും 2 വഴിക്ക് പിരിഞ്ഞു. കൃത്യമാണെങ്കിൽ മതിലിൻ്റെ മേളിൽ കയറി. തുമ്പ് അവിടെ എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. നീറൊക്കെ നടക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇന്നാൾ അവന് പോയപ്പം തൊട്ട് ഇവന് വേറെ ഒരു പൂച്ച ആ വഴിക്ക് വരത്തില്ല. അവനിങ്ങനെ മണത്ത് നടക്കും. ഇതുവഴി ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വീണ്ടും 2 ആളും കൂടെ മതിലേ കയറി അപ്പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. കൃത്യം ഇറങ്ങിപ്പോയി. തുമ്പുക്കുട്ടൻ അങ്ങനെ മടിച്ചവിടെ ഇരിക്കുക. ഇവൻ നോക്കുന്നിടത്തല്ല ഉറുമ്പാണ്. ഉറുമ്പ് അവൻ്റെ വാലേ കൂടെയൊക്കെ കയറുന്നുണ്ട്. അവനതൊരു കൂസലും ഇല്ല. കൃത്യം അവിടെ പോയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇവനോട് ഇറങ്ങി വരാൻ വിളിച്ചു, എന്നിട്ട് ഇവനോട്ട് പോകുന്നുമില്ല. അവനവിടെ ഇരിപ്പുറപ്പിച്ചു. കാലിനൊക്കെ വേദനയുണ്ടെന്നാണ് തോന്നുന്നത്. അവൻ്റെ കാലൊക്കെ അവൻ ചട്ടിയാണ് നടക്കുന്നത്. കൃത്യം വീണ്ടും തിരിച്ചതുവഴി വന്ന്. എന്നാൽ പിന്നെ ഞാൻ പോയേക്കുവാന്നാ കൃത്യം. ഇവനോട്ട് കളിക്കാൻ വരുന്നുമില്ല. ഓടാനും ചാടാനും ഒന്നും ഇവൻ ഇറങ്ങി ചെല്ലുന്നില്ലല്ലോ. എന്തായാലും കൃത്യം അവിടെ പോയി മാറിപ്പോയി ഇരുന്ന്. അങ്ങനെ രണ്ടുപേരും എന്തൊക്കെയോ ആലോചിച്ച് ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും കൃത്യം ഇറങ്ങിപ്പോയി. ഇനി തുമ്പൂനും ഇറങ്ങിപ്പോകണം. കൃത്യം ഇവനോട് വരാനും പറഞ്ഞ് വിളിച്ചങ്ങ് പോവുക. ഇവനൊട്ട് ചെല്ലുന്നുമില്ല. ഇവന് നടക്കാൻ പറ്റുന്നില്ല ഉഷാറായിട്ട്. കൃത്യം ഒരിക്കൽ കൂടി ആ മരത്തിൻ്റെ അടുത്തോടൊക്കെ ഒന്ന് പോയി. എന്നിട്ട് കയറി പോകുന്നു. എന്നാൽ ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് പോയേക്കാന്നും പറഞ്ഞ് ഗേറ്റ് കടന്ന് അവളങ്ങ് പോയി. ഞാൻ അവിടെ പോയി ഇരിക്കുക. അപ്പം ഞാനവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും തുമ്പ് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ അവനെ എടുത്ത് കഴിഞ്ഞപ്പോൾ അവന് തോളയിലിരിക്കാൻ വയ്യ. അവൻ അവിടെ എന്തോ കണ്ടു. അവൻ ചാടി ഇറങ്ങി ഓടി. അപ്പോഴത്തേക്കും കൃറ്റി ചുറ്റിക്കറങ്ങി വീണ്ടും വന്നു. ഇത് ഞങ്ങൾ താഴെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കയറി വരുമ്പോഴേ അവർ വരത്തുള്ളൂ. അതുവഴി അങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് കറങ്ങി ഈ നടപ്പ് തന്നെയാണ്. തുമ്പു ഇനി അതുവഴി ആരാ വന്നത്
എന്താ ഉള്ളത്, ഇത് എന്നെ മരവാ, എല്ലാം അവനിനി മണത്തും പരിശോധിച്ചുമൊക്കെ നടക്കുക. അപ്പോഴേക്കും കൃത്യ ഓടിച്ചാടി മടുത്ത് സനയുടെ അടുത്ത് എന്തൊക്കെയോ വന്ന് പറഞ്ഞ്. അപ്പം സന അവളെ അങ്ങ് എടുത്ത്. അപ്പം അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എന്നാന്നൊന്നും അറിയത്തില്ല. തുമ്പൂനതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഒരാളെ എടുക്കുന്നു, ഒരാൾക്ക് ഇഷ്ടമില്ല. അപ്പോഴത്തേക്കും ഭയങ്കര ഒരു പിണക്കമാണ്. അതിനിടയ്ക്ക് തുമ്പുകൂട്ടന് കാര്യസാധ്യത്തിനുള്ള സമയമായി. അവൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു. ഓരം പറ്റി പോവുക. അവളും കൂടെ ചാടി ഇറങ്ങി. ഇനിയിപ്പോൾ അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ കയറി പോവുകയാണേ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.